ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് സിന്ദഗി നാ മിലേഗി ദുബാര എന്ന് പറയുന്ന ബോളിവുഡ് മൂവി നമ്മളെ പഠിപ്പിക്കുന്ന 5 കാര്യങ്ങളാണ്. ഈ സിനിമ മിക്കവരുടെയും ഫേവററ്റ് ലിസ്റ്റുള്ള ഒരു പടമായിരിക്കും. യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട പടമാണ്. ഈ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല, യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സുഹൃത്തുക്കൾ. അപ്പോൾ അതിലൊരാളുടെ കല്യാണത്തിന് മുമ്പായിട്ട് ഇവർ സ്പെയിനിലേക്കൊരു യാത്ര നടത്തുന്നതാണ്. ഈ യാത്രയുടെ എക്സ്പീരിയൻസും ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങളുമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലീവ്, ജീവിക്കാൻ മറന്നു പോകരുത്. ഇതിലെ ഹൃതിക് റോഷൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര വർക്കഹോളിക്കായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മറ്റൊന്നിനും സമയമില്ല, ജോലി എന്ന് പറഞ്ഞ് അലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഹൃതിക് റോഷൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലോണം പണിയെടുക്കുക, എന്നിട്ട് 40-ാമത്തെ വയസ്സ് റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കത്രീന കൈഫ് ഹൃതിക് റോഷനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡൂഡ് 40 വയസ്സ് വരെ നീ ജീവിക്കുമെന്ന് എന്താണ് ഇത്ര ഉറപ്പെന്ന്? അതെ, നമ്മൾ നാളെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പം ജോലി കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് യുവർ ഫിയേഴ്സ് ആണ്. ഈ സിനിമയിൽ ഇവർ 3 പേർക്കും പലതരത്തിലുള്ള പേടികളുണ്ട്. ഹൈറ്റ് പേടിയുള്ളവരുണ്ട്, വെള്ളത്തെ പേടിയുള്ളവരുണ്ട്, അങ്ങനെ പലതരം പേടികളാണ്. ഇതൊക്കെ മാറ്റിയെടുക്കുന്ന പറഞ്ഞാൽ പല സാഹസിക കാര്യങ്ങളും ഈ യാത്രയിൽ ചെയ്തിട്ടാണ്. നമുക്ക് പല കാര്യങ്ങൾക്കും പേടിയുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കടൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞ് കരയിൽ നിന്നിട്ട് കാര്യമില്ല. ഒരു പായ്വഞ്ചിയിലോ കപ്പലിലോ കയറി കടലിലേക്ക് ഇറങ്ങി യാത്ര ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കടൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റൂ. അതായത് നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് വെളിയിൽ വരുമ്പോഴാണ് ശരിക്കുള്ള ഗ്രോത്ത് നടക്കുന്നത്. അങ്ങനെ പലതരം പേടികൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊരു ഷോർട്ട് ട്രിപ്പാണ്. പേടിച്ചിരിക്കാനായിട്ട് ഇവിടെ സമയമില്ല. ഇന്നോ നാളെയോ ഇതിവിടെ അവസാനിക്കും. സോ നിങ്ങളുടെ പേടികളെ നേരിടുക. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ ടു ഫോർഗീവ് ആണ്. മാപ്പ് കൊടുക്കാൻ പഠിക്കുക. ഈ സിനിമയിൽ ഇവർ തമ്മിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവരത് പറഞ്ഞു തീർക്കുന്നിടത്ത്, അല്ലെ വർഷങ്ങളായിട്ടുള്ള ഒരു പിണക്കൊക്കെ പറഞ്ഞു തീർക്കുന്നിടത്ത് അവിടെ അവസാനിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വാശിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അത് അറിയുന്ന പോലുമില്ല. അവരുടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നിങ്ങൾ ഈ ഉള്ളിൽ പകയും വിദ്വേഷവും ഒക്കെ ആയിട്ട് നിങ്ങൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് തുറന്നു പറയുകയോ അവരോട് ക്ഷമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങളുടെ ആ ഭാരം അവസാനിക്കുകയും നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കിട്ടുകയും ചെയ്യും. നാലാമത്തെ കാര്യമാണ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഈ സിനിമ ഉടനീളം ചർച്ച ചെയ്യുന്ന, ഈ സിനിമയെ ഏറ്റവും മനോഹരമാക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഇവർ 3 പേരും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. അവസാനമായിട്ട് ഫൈൻഡ് യുവർ സെൽഫ്, നമ്മളെ തന്നെ കണ്ടെത്തുക. ഈ സിനിമ അവസാനിക്കുമ്പം, അല്ലെങ്കിൽ ഈ ട്രിപ്പ് അവസാനിക്കുമ്പം ഇവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന പേടിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുക. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.